അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂടുകാലത്ത് സിയുടെ വർക്ക് ഇത്തിരി കൂടുതലായിരിക്കും അല്ലേ? അതോടൊപ്പം നമ്മുടെ കറണ്ട് ബില്ല് കുതിച്ചു ഉയരുകയും ചെയ്യും. നമ്മുടെ കറണ്ട് ബില്ല് പകുതിയാക്കി എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ചില സൂത്രങ്ങളാണ് കേട്ടോ. നമ്മൾ സി യൂണിറ്റ് മേടിക്കുമ്പോൾ തന്നെ അത് സ്റ്റാറുകളുടെ എണ്ണം കൂടുതൽ 5 സ്റ്റാർ ആണ് അത്രയും ബെസ്റ്റ്. അതോടൊപ്പം ഒരു സ്റ്റെബിലൈസർ സിയിൽ തന്നെ ചില സികളിൽ സ്റ്റെബിലൈസർ ഉണ്ടാകും. അപ്പോൾ അത് പ്രത്യേകമായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ നല്ലത് നോക്കി മേടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മൾ സി ഓണാക്കുന്നതിന് മുമ്പ് നല്ലൊരു കർട്ടൻ ഇട്ടിരിക്കുക. കാരണം ചൂടകത്തേക്ക് കടക്കാതിരിക്കാൻ അത് സഹായിക്കും. അതുപോലെ വിൻഡോസും ഡോർസും ഒക്കെ നന്നായിട്ട് ലോക്ക് ചെയ്യണം, എയർ പാസ് ചെയ്യാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ പവർ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ പവർ ഓണാക്കിയതിന് ശേഷം സി ഓണാക്കിയിട്ട് 24 വെക്കുക. സ്റ്റാർട്ടിങ് 24 വെക്കുക. എന്നിട്ട് അതോടൊപ്പം ഒരു ഫാന്, എന്ത് ഫാനും ആയിക്കോട്ടെ, സീലിംഗ് ഫാനോ ഏതെങ്കിലും ഫാന് ഓണാക്കിയിട്ട് ആ റൂം മുഴുക്കി ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് തണുപ്പിച്ച് തരുന്നതാണ്. ഫാനും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ റൂം പെട്ടെന്ന് തണുപ്പിച്ച് തരും. അതിനുശേഷം നമുക്ക് 28 മാറ്റാം. പുറത്ത് എത്ര ചൂടായിക്കോട്ടെ റൂമിൻ്റെ ആകെ അപ്പോഴും നല്ല തണുത്ത് ഇരിക്കും. നമുക്ക് സുഖമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. നമ്മൾ സിയുടെ ഫിൽറ്റർ എപ്പോഴും എന്ന് പറഞ്ഞാൽ പൊടി കൂടുതൽ ഉണ്ടെന്ന് തോന്നിയാൽ എടുത്ത് ക്ലീൻ ആക്കണം. അത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തിട്ടൊക്കെ ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് വെയിൽ കൊള്ളുന്നിടത്തോ മഴ കൊള്ളുന്നിടത്തോ ഒക്കെ ആയിരിക്കും. അതിലൂടെ നമുക്ക് പവർ കൺസപ്ഷൻ ഭയങ്കരമായിരിക്കും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് പിടിപ്പിക്കാൻ നോക്കുക. അതുപോലെ അതിനൊരു കവറ് ഇപ്പോഴൊക്കെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി അതിൽ പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫിൽറ്ററും നല്ല രീതിയിൽ വെള്ളം അടിച്ചിട്ട് ക്ലീനാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പവർ സേവിങ് ടിപ്സ് ഇത്രയൊക്കെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്സായും കമൻസായും ഞങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കുറച്ച് ടിപ്സുകളുള്ള വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും. അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.